നമസ്കാരമുണ്ടേ. നമ്മൾ ഇന്നലെ ഒരു സങ്കടം പറഞ്ഞിരുന്നു. ദേശാഭിമാനിക്കാർ നമ്മുടെ ആ DYFI ചരിത്ര നാടകത്തെക്കുറിച്ച് എന്തുകൊണ്ട് വാർത്ത എഴുതുന്നില്ല എന്ന്. എന്നാലും DYFIയുടെ നേതാക്കളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്, സാംസ്കാരിക നായകരൊക്കെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളത്തെ ദേശാഭിമാനിയിലെങ്കിലും ആ ചിത്രം അച്ചടിച്ച് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരിക്കൽ കൂടി അവർ ആ വിവാദ നാടകം, അതായത് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെ നഗ്നതയെ പച്ചയ്ക്ക് പുറത്ത് കാണിക്കാനുള്ള ധൈര്യം കാണിക്കുന്ന നാടകം നാളെയെങ്കിലും ദേശാഭിമാനി വാർത്തയാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നിപ്പോൾ മറ്റൊരു കൗതുകമുണർത്തുന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ദേശാഭിമാനി അത് നാളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നറിയാൻ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. മറ്റൊന്നുമല്ല, ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിൻ്റെ എഡിറ്റർ KR അജയൻ രാജിവെച്ചു. നമുക്കറിയാം അജയൻ പിടിച്ച പുലിവാലിൻ്റെ കഥ. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി പ്രദേശത്തുള്ള ഒരു കള്ളൻ വിജയനെക്കുറിച്ച് ഒരു ഫീച്ചർ TC രാജേഷ് എന്നയാൾ എഴുതി കൊടുക്കുന്നു. രാജേഷിൻ്റെ ഈ ഫീച്ചർ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ കള്ളൻ വിജയൻ എന്ന് അച്ചടിച്ച് വന്നാൽ അത് പിണറായി വിജയനെക്കുറിച്ചാകും എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ആ വാരാന്ത്യ പതിപ്പ് തന്നെ പ്രസിദ്ധീകരിക്കേണ്ട എന്ന് ദേശാഭിമാനി തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇത് വാർത്തയായപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഇതൊക്കെ വെറുതെ മാധ്യമങ്ങൾ പടച്ചു വിടുന്ന നുണയാണ് എന്നായിരുന്നു ഇവരൊക്കെ പറഞ്ഞിരുന്നത്. അന്ന് വാരാന്ത്യ പതിപ്പിൽ നിന്നും അജയനെ മാറ്റിയതാണ്. ഇന്നിപ്പോൾ അജയനെ പുറത്താക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അജയൻ രാജിവെച്ചിരിക്കുന്നു. നാളെ ദേശാഭിമാനി ഈ അജയൻ്റെ രാജിയെക്കുറിച്ച് എന്തെഴുതും എന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. ഇന്ന് ഓണമായപ്പോൾ പത്രങ്ങൾക്കൊക്കെ 2 ഒന്നാം പേജുകളുണ്ട്. അത് പരസ്യത്തിന് വേണ്ടിയുള്ള തട്ടിക്കൂട്ടാണ്. 2 ഒന്നാം പേജ് ഇറക്കിയാൽ മാത്രമേ 2 ഒന്നാം പേജ് പരസ്യം കിട്ടൂ. മനോരമയും മാതൃഭൂമിയും അടക്കം സകലരും മത്സരിച്ച് വാങ്ങുമ്പോൾ ദേശാഭിമാനിക്ക് മാറി നിൽക്കാൻ കഴിയുമോ? പ്രത്യേകിച്ച് കൈക്കരുത്തിൻ്റെ തണലിൽ പരസ്യം പിടിക്കുന്ന ദേശാഭിമാനിക്ക്. നന്ദിലേത്ത് മുതലാളിക്ക് വലിയ പേടിയാണ് ദേശാഭിമാനിക്കാരെ എന്നതിന് തെളിവാണ് 1 രൂപയുടെ കച്ചവടം കിട്ടിയില്ലെങ്കിലും ദേശാഭിമാനി ഒന്നാം പേജിൽ നന്ദിലേത്ത് G-മാർട്ടുകാരൻ ഇന്നും പരസ്യം കൊടുത്തിരിക്കുന്നത്. ദേശാഭിമാനി 2ാമത്തെ ഒന്നാം പേജിൽ സാംസങ് തന്നെ നേരിട്ട് പരസ്യം കൊടുത്തിരിക്കുന്നു. അവർക്ക് ദേശാഭിമാനിയും മനോരമയും തമ്മിൽ വ്യത്യാസം അറിയത്തില്ലല്ലോ. ഏതെങ്കിലും ഏജൻസിയോടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളുടെ ലിസ്റ്റ് ചോദിച്ചപ്പോൾ കൊടുത്തതാവും. ദേശാഭിമാനി 2ാം പേജ് പ്രാദേശിക വാർത്തകൾ ഇക്കുറി വലിയ കുഴപ്പമില്ലാത്ത, ആർക്കിട്ടും പാര വെക്കാത്ത, കുത്തിത്തിരിപ്പില്ലാത്തതായതുകൊണ്ട് ഞാനങ്ങ് വിട്ടുകളയുന്നു. ദേശാഭിമാനി കുറച്ചൊക്കെ മെച്ചപ്പെടുന്നുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത ഉദിച്ചു കേരളത്തിന് സൂര്യശോഭ എന്നാണ്. DYFIയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ വാർത്തയാണ്. അതെങ്ങനെയാണ് സൂര്യശോഭ ഉദിച്ചതായി വാർത്ത എഴുതുന്നതെന്നേ അറിയില്ല. പിന്നെ ആരും വായിക്കാത്തത് കൊണ്ട് ധൈര്യമായി എന്തു വേണമെങ്കിലും എഴുതി വയ്ക്കാം. സഖാക്കൾ പോലും അത് വായിക്കില്ല എന്ന് അവർക്ക് ഉറപ്പാണല്ലോ. എന്നാൽ പ്രധാനപ്പെട്ട വാർത്ത ഏത് എന്ന കാര്യത്തിൽ ഒരാശയക്കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ടാണ് അതേ പ്രാധാന്യത്തിൽ തന്നെ മറ്റ് 2 വാർത്തകൾ കൂടി. ഹിന്ദി അടിച്ചേൽപ്പിക്കലിന് തിരിച്ചടി, ത്രിഭാഷാ നയം പുനഃപരിശോധിക്കണമെന്ന് വാർത്ത വന്നിരിക്കുന്നു. അതെന്തായാലും നന്നായി. സുപ്രീം കോടതിയിൽ ഇംഗ്ലീഷിനെ ഒരു വിദേശ ഭാഷയായി പുറന്തള്ളുന്നതിനെതിരെ ഉണ്ടായ അതിശക്തമായ പരാമർശം വാർത്തയാക്കിയിരിക്കുന്നു. നല്ല വാർത്തയാണ്, അംഗീകരിക്കുക തന്നെ വേണം. കാരണം ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട് മുമ്പോട്ട് പോകൂ. അതുകൊണ്ട് ഇംഗ്ലീഷിനെ വിദേശ ഭാഷ എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്നതും ഒഴിവാക്കേണ്ടതും ആവശ്യമില്ല. ദേശാഭിമാനി അതിന് അർഹമായ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. മറ്റൊരു പത്രവാർത്തയിലും ഞാനത് കണ്ടില്ലാത്തതുകൊണ്ട് ദേശാഭിമാനി അഭിനന്ദിക്കട്ടെ. പക്ഷെ പ്രധാന വാർത്ത എന്ന് വേണമെങ്കിൽ പറയാവുന്നത് റെയ്ഡിനൊപ്പം കള്ളക്കഥകളും പത്രക്കുറിപ്പും, ലക്ഷ്യം വിശ്വാസ്യത തകർക്കൽ എന്നാണ്. എന്തൊരു ഗതികേടിലാണ് ദേശാഭിമാനി എന്നതിന് തെളിവാണ് റെയ്ഡിൻ്റെ പേരിൽ അവർ നടത്തുന്ന ഈ കരച്ചിൽ. ആ വാർത്തയിൽ ഇങ്ങനെ പറയുന്നു: CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വിശ്വാസ്യത തകർക്കാൻ ലക്ഷ്യമിട്ട് വീണ്ടും റെയ്ഡും കള്ളക്കഥകളുമായി ED. ആകപ്പാടെ പാർട്ടി ഉണ്ടായിരുന്നത് കേരളത്തിലാണ്, ഇപ്പോഴും അല്പമെങ്കിലും അവശേഷിക്കുന്നത് കേരളത്തിലാണ്. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഒലിച്ചു പോയിട്ട് പിന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല. തമിഴ്നാട്ടിലും മറ്റും ഇല്ലാത്തിടത്തും DMK സഹായിച്ചെങ്കിലും അവസാനം DMK തേച്ചു. കേരളത്തിൽ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നതുകൊണ്ടാണ് ജനം തൂത്തുവാരി എറിഞ്ഞത്. എങ്കിലും പിണറായി വിജയൻ്റെ മകൾ മോഷണം നടത്തിയതിനെ, മാസപ്പടി നടത്തിയതിനെ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമായ മകളുടെ ഭർത്താവ് അല്ലെങ്കിൽ പിണറായിയുടെ മരുമകൻ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നതിനെ EDയെ പഴിക്കുകയാണ്. ഒപ്പം BJPയും കോൺഗ്രസ് വലതുപക്ഷ മാധ്യമങ്ങളും ചേർന്നുള്ള വിചാരണയും. BJPയും കോൺഗ്രസ് വലതുപക്ഷ മാധ്യമങ്ങളും, അതായത് റിപ്പോർട്ടർ ചാനലും ദേശാഭിമാനിയും കൈരളിയും ഒഴികെ ബാക്കി എല്ലാവരും BJPയും വലതുപക്ഷ മാധ്യമങ്ങളുമാണത്രേ. വ്യാജ ആരോപണത്തിൻ്റെ പേരിൽ നേതാക്കളെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ച് വിളിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ അറിഞ്ഞിട്ടില്ല കേട്ടോ, ED ഇവർക്കൊക്കെ നോട്ടീസ് അയച്ച കാര്യം നമ്മൾ അറിഞ്ഞില്ല. എന്തായാലും അത് സത്യമായിരിക്കും. ED നോട്ടീസ് അയക്കുമെന്നാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ദേശാഭിമാനി പറയുന്നു നേതാക്കൾക്ക് നോട്ടീസ് അയച്ചെന്ന് വെച്ചാൽ നമ്മളൊന്നും അറിയാതെ തന്നെ ദേശാഭിമാനി എന്ന് പറയണമെങ്കിൽ റിയാസിനൊക്കെ നോട്ടീസ് കിട്ടിക്കാണും. രാജ്യത്തെ ഗതി നിർണ്ണയിക്കുന്ന പ്രക്ഷോഭങ്ങളിൽ CPIഎമ്മും ഇടതുപക്ഷവും ഊർജ്ജസ്വലമായി നിലകൊള്ളുന്നത് BJPയുടെ ഉറക്കം കെടുത്തുന്നു. അതിൻ്റെ ഭാഗമായാണ് EDയെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ വേട്ട.
കാരണം കണ്ടെത്തി കേട്ടോ. അതായത് നമ്മുടെ പാറ്റ പിള്ളേർ സമരം നടത്തി. ആ പാറ്റ പിള്ളേരുടെ സമരം CPM ഉള്ളത് കൊണ്ടാണ് ഇത്രയും കാലം CPM ഇല്ലാതായി, ഈ നാട്ടിലും ഇല്ലാതായപ്പോൾ പെട്ടെന്ന് CPM-ന് BJPക്ക് ഭയമായി. റെയ്ഡിന് പിന്നാലെ അസാധാരണമായ പത്രക്കുറിപ്പിറക്കി. രാഷ്ട്രീയ വേട്ടയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സമ്മതിച്ചിരിക്കാൻ ED എവിടെ റെയ്ഡ് നടത്തിയാലും പത്രക്കുറിപ്പിറക്കുന്ന പതിവുണ്ട്. ആ പതിവ് അവർ തെറ്റിച്ചിരുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ മാത്രമാണ്. അന്ന് CPM-മായി അന്തർധാര BJPക്കുള്ളതുകൊണ്ട് പരമാവധി ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിച്ചതുകൊണ്ട് എല്ലാം രഹസ്യമാക്കി വെച്ചു. ഇപ്പോഴിതാ അത്തരമൊരു രഹസ്യത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് പത്രക്കുറിപ്പിറക്കുന്നു. അതിനെയാണ് അസാധാരണമെന്ന് പറയുന്നത്. പത്രക്കുറിപ്പിൽ സൂചിപ്പിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ചില മാധ്യമങ്ങൾ ആവേശപൂർവ്വം പ്രചരിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, മനോരമയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, വീണയുടെ അക്കൗണ്ടിൽ നിന്നും റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയെന്ന്. അത് പത്രക്കുറിപ്പിലുണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ റിയാസിൻ്റെ ഏക കച്ചിത്തുരുമ്പ്. അതാണ് ദേശാഭിമാനി പിടിച്ചിരിക്കുന്നത്. ഇത്തരം വ്യാജ സൃഷ്ടികൾ പടയ്ക്കാൻ സഹായിക്കുന്നതും ED ഉദ്യോഗസ്ഥർ തന്നെ. അങ്ങനെ പടയ്ക്കാനാണെങ്കിൽ പിന്നെ EDക്ക് അതുകൂടി പത്രക്കുറിപ്പിൽ വെച്ചാൽ പോരായിരുന്നോ? എന്ന് വെച്ചാൽ അത് വയ്ക്കാത്തത് കൊണ്ട് ED മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ചു. അതിനർത്ഥം വച്ചതൊക്കെ ശരിയാണെന്നാണോ? CMRL എക്സാലോജി കമ്പനികളുടെ ഇടപാടുകളിൽ 3 ഏജൻസികളും അന്വേഷണം നടത്തിയിട്ടും ആരോപണങ്ങൾക്ക് തെളിവില്ലാത്തത് കൊണ്ടാണോ രേഖകളെല്ലാം കോടതിയിലെത്തിയിരിക്കുന്നത്? അതേസമയം തെളിവോടെ പിടിക്കപ്പെട്ട BJPയുടെ കൊടകര കുഴൽപ്പണ കേസിൽ തുടർ നടപടികളുമില്ല. തെളിവോടെ ആരാണ് BJPയുടെ കൊടകര കുഴൽപ്പണ കേസ് പിടിച്ചത്? CPM ഭരിക്കുന്ന പിണറായിയുടെ പോലീസ്. എന്നിട്ട് നിങ്ങൾ BJP നേതാക്കളെ അറസ്റ്റ് ചെയ്തോ, ജയിലിൽ അടച്ചോ? അതിനെ ED എന്ത് പിഴച്ചു? നിങ്ങൾ ആദ്യം ആ കൊടകര കുഴൽപ്പണ കേസിൽ മര്യാദയ്ക്ക് കേസ് നടത്തി നേതാക്കന്മാരെ പിടിച്ച് അകത്തിട്ടിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അന്ന് അന്തർധാര ശക്തമായതുകൊണ്ട് രക്ഷിച്ചിട്ട് ഇപ്പോൾ നിലവിളിക്കുന്നു. രക്ഷിച്ചത് VD സതീശൻ്റെ പോലീസല്ല, വിജയൻ്റെ പോലീസാണ്. BJPയുമായി ഒത്തുചേർന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ പ്രതികരണം. അതെന്താണോ? ED റെയ്ഡ് രാഷ്ട്രീയ വേട്ടയെ ഞങ്ങൾ കാണുന്നില്ല എന്നാണ് പറയുന്നത്. ED റെയ്ഡ് പിണറായിയുടെ മകളും മരുമകനും ഒക്കെ കൂടി ഒരുമിച്ച് കൊള്ള നടത്തി. അതിൻ്റെ വിശദാംശങ്ങൾ ED അന്വേഷിക്കുന്നു. തെളിവുകൾ കണ്ടെത്തി പരിശോധന നടത്തുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ BJPയുമായി ഒത്തുചേർന്നാണ് എന്നാൽ ഇത് കേരളത്തിലെ പുറത്ത് പറയാൻ കോൺഗ്രസ് ധൈര്യമില്ല. ED എടുത്ത 1 കേസുകൾ സോണിയാഗാന്ധിയുടെ കുടുംബം പ്രതികളായതിനാണ് ഇത്. ED കേരളത്തിലെത്തുമ്പോൾ ഇവർ BJPക്കായി ഓശാന പാടും. CPM നേതാവിൻ്റെ ബന്ധുവായതിനാൽ ബിസിനസ് പണമിടപാടും പാടില്ലെന്നും സുഹൃത്തായി പോലും പിടിവീഴുമെന്നുമാണ് സ്ഥിതി. നാമനിർദ്ദേശ പത്രിക വ്യക്തമാക്കിയ കമ്പനിയാണെങ്കിലും അത് രഹസ്യ കമ്പനി എന്ന് പ്രചരിപ്പിക്കും. മന്ത്രിയായിരിക്കെ സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് സഹായിച്ചു എന്നതല്ലേ പ്രസക്തമെന്ന PM മുഹമ്മദ് റിയാസിൻ്റെ ചോദ്യത്തിനും EDക്ക് മറുപടിയില്ല. അല്ലെങ്കിൽ തന്നെ പ്രതികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ED ഉത്തരം പറയാറില്ല. പ്രതിപക്ഷത്തിരിക്കെ EDയുടെ വക്കാലത്തുമായി നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചവരാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നത്. അന്നുന്നയിച്ച സ്വർണ്ണക്കള്ളക്കടത്തെല്ലാം ബിരിയാണി ചെമ്പിലെ ഖുറാനിലെ സ്വർണത്തെക്കുറിച്ച് ഇപ്പോൾ മൗനത്തിലാണ് അവർ. ഇത് തന്നെയാണ് ഞങ്ങളും എന്ന് പറഞ്ഞത്. ബിരിയാണി ചെമ്പിലെയും ഖുറാനിലെയും സ്വർണമൊക്കെ അന്ന് അന്തർധാര വഴി നിങ്ങൾ മുക്കി. അങ്ങനെ മുക്കി സഹായിച്ചിട്ടും ഗുണമുണ്ടായില്ല എന്ന് BJPക്ക് പിടികിട്ടിയപ്പോൾ വേണ്ടത് ചെയ്തോളാൻ EDയോട് പറഞ്ഞു. അപ്പോൾ അവർ കള്ളത്തരങ്ങളൊക്കെ പൊക്കുന്നു. അതിന് കരഞ്ഞിട്ടെന്ത് കാര്യം? സഹകരണ മേഖലയിൽ മികവിന് തുരങ്കം വയ്ക്കാൻ കരുവന്നൂരിലെ CPMനെ പ്രതിയാക്കിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ യജമാന്മാരെ തൃപ്തിപ്പെടുത്താൻ ED കുറ്റപത്രം തട്ടിക്കൂട്ടിയത്. എൻ്റെ പൊന്നു ദേശാഭിമാനി, നിങ്ങൾ ബാക്കി എന്ത് പറഞ്ഞാലും കരുവന്നൂരിൻ്റെ കാര്യം പറയരുത്. സഖാക്കൾ നിങ്ങളെ കാർക്കിച്ചു തുപ്പും. കാരണം അന്ന് പണം നഷ്ടപ്പെട്ടവരിൽ മിക്കവരും സഖാക്കളെ വിശ്വസിച്ചവരുമായിരുന്നു. അതും കള്ളക്കേസാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കെതിരെയുള്ള ഈ കേസ് കള്ളക്കേസാണോ എന്ന് സംശയിക്കുന്നവർക്ക് പോലും സംശയം മാറുമെന്ന് മറക്കരുത്. ക്ഷേമത്തിൽ നിന്നും ക്ഷാമത്തിലേക്ക് ഈ ഓണം എന്ന പേരിൽ MV ഗോവിന്ദൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഓണക്കാലത്ത് സപ്ലൈകോയുടെ കൗണ്ടറുകളെല്ലാം വെറുതെ കിടക്കുകയായിരുന്നു. ഒരു സാധനം കിട്ടാനില്ലായിരുന്നു. ഇക്കുറി എല്ലാം അടിപൊളിയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാം കൃത്യമായാണെങ്കിൽ പോലും ഗോവിന്ദന് നുണ പറയാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണല്ലോ എല്ലാവരും അപ്പം ഗോവിന്ദൻ എന്ന് പേരിട്ടിരിക്കുന്നത്. EDയുടെ രാഷ്ട്രീയ വേട്ട വിലപ്പോവില്ല എന്ന് പറഞ്ഞ് വികാരഭരിതമായ ദേശാഭിമാനി ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ആർക്കും ഒരു പരാതിയുമില്ല. ജാദ്പൂർ സർവകലാശാലയിൽ ABVP ആക്രമണം എന്ന് പറഞ്ഞ് മറ്റൊരു വാർത്തയുണ്ട്. തല്ലിച്ചതച്ച് SFI പ്രവർത്തകരാണത്രേ. എൻ്റെ പൊന്നു തമ്പുരാനെ, SFI പ്രവർത്തകർ ഇപ്പോഴും അവിടെയൊക്കെ ഉണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. RSSനെ വിലക്കണം US മതസ്വാതന്ത്ര്യ കൗൺസിൽ എന്ന് പറഞ്ഞ് മറ്റൊരു വാർത്തയുണ്ട്. അമേരിക്കൻ സർക്കാർ RSSന് വിലക്കേർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് മതസ്വാതന്ത്ര്യത്തിനായുള്ള US അന്താരാഷ്ട്ര കൗൺസിൽ RSS തലവൻ മോഹൻ ഭഗവത് അമേരിക്ക സന്ദർശിക്കാനിരിക്കെയാണ് ഈ ആവശ്യമായി USSRFM രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ CPM കഴിഞ്ഞ 10 വർഷം ഭരിച്ചപ്പോൾ കേരളത്തിൽ RSS നിരോധിക്കരുതായിരുന്നോ? അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അമേരിക്കയിൽ ഏതോ ഒരുത്തൻ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ വാർത്തയാക്കുന്നു.
അമേരിക്കയുടെ കടം 40 ലക്ഷം കോടി ഡോളർ. അമേരിക്ക കടം കൊണ്ട് ശ്വാസം മുട്ടുമ്പോൾ CPM-നും ദേശാഭിമാനിക്കും വലിയ വേദനയാണ്. ഓണത്തിന് കൈപൊള്ളും, വിലക്കയറ്റം രൂക്ഷം, ഇടപെടാതെ സർക്കാർ. ചുമ്മാ വായിൽ തോന്നുന്നു എഴുതി വെക്കാൻ മനോഹരമാണല്ലോ. പ്രവാസി പെൻഷൻകാർക്ക് പട്ടിണിയോണം, 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക. മറ്റേ MDMA വിട്ടിട്ടില്ല കേട്ടോ. മുഖ്യമന്ത്രിയുടെ സ്വന്തം ലഹരി മാഫിയ അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നതന്റെ ഇടപെടൽ. പിന്നെ ദേശാഭിമാനിക്കാരെ വിളിച്ച് പറഞ്ഞിട്ടില്ലേ ഉന്നതൻ ഇടപെട്ടത്. SHO മാറ്റം, ലഹരി കേസുകൾ ആവിയാകും. SHOമാരെ ഒന്നും ഒരിക്കലും മാറ്റരുതായിരുന്നു. കാരണം ലഹരി കേസുകൾ പിടിച്ചിരുന്നല്ലോ. CPM അധികാരത്തിൽ വന്നപ്പോൾ ഒരാൾക്കും ഒരിക്കലും സ്ഥലം മാറ്റം കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് SHOമാരെ പിണറായി വിജയൻ 2016 നിയോഗിച്ചവർ തന്നെയാണ് 2026 വരെ ആ സ്റ്റേഷനുകൾ ഭരിച്ചത്. കൊള്ളാം, നല്ല ഫലിതം. മുഖ്യമന്ത്രിയുടെ സ്വന്തം ലഹരി മാഫിയ, പ്രതികൾക്കായി വാദിക്കാൻ കോൺഗ്രസ് നേതാവ്. VD സതീശിന്റെ ഉറ്റ സുഹൃത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് MDMA പിടിയിലായ കേസിൽ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് കോൺഗ്രസ് നേതാവ്. കോൺഗ്രസ് കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഷാജിദ് കമാഡിയാണ്. ദേശാഭിമാനിക്ക് അറിയാത്തത് കൊണ്ടല്ല, വക്കീൽ പണി ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ഒരാൾ വന്ന് ഒരു കേസ് കൊടുത്താൽ അത് എടുക്കണമെന്നാണ് നിയമമെന്ന്, അല്ലെങ്കിൽ അതിന് തക്കതായ കാരണം പറയണം. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി അഭിഭാഷകരായ കോൺഗ്രസ് നേതാക്കളെ പിണറായി വിജയൻ കള്ളക്കടത്ത് കേസിൽ പലതവണ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇറക്കിയിട്ടുള്ളത്. BJP പുനഃസംഘടനയിൽ സവർണാധിപത്യം. രസമുള്ള മറ്റൊരു വാർത്ത കൂടിയുണ്ട്. നിതിൻ നബീൻ BJP ദേശീയ അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ പ്രധാനപ്പെട്ട സംഘടനയിൽ സവർണാധിപത്യം. 8 ജനറൽ സെക്രട്ടറിമാരിൽ 6 പേരും സവർണ വിഭാഗക്കാർ. 13 വൈസ് പ്രസിഡന്റുമാരിൽ OBC വിഭാഗത്തിൽ നിന്നും 2 പേർ മാത്രം. നോക്കണേ കുത്തിത്തിരിപ്പിൻ്റെ ഒരു തോത്. രാജ്യത്തെ ഒരു സുപ്രധാന 2 പദവികൾ. രാജ്യത്തിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും. പ്രസിഡന്റ് പട്ടികവർഗക്കാരിയാണെങ്കിൽ പ്രധാനമന്ത്രി പിന്നോക്ക വിഭാഗക്കാരനാണ്. കേരളത്തിൽ ഏറ്റവും ശക്തമായി CPM-ന് ധാരാളം വനിതാ നേതാക്കളുണ്ടായിട്ടും ഒരു ജില്ലാ സെക്രട്ടറിയെ പോലും ഇതുവരെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും കാര്യം മാറ്റിവെക്കുക. ഈ CPM-ആണ് ഇപ്പോൾ ഈ നിലവിളി നടത്തുന്നത്. AK ബാലൻ എന്ന സമുന്നതനായ നേതാവ് എന്തുകൊണ്ടാണ് സുപ്രധാനമായ പദവികളിൽ പോളിറ്റ് ബ്യൂറോയിൽ പോലും എത്താത്തത് എന്നെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ജാതി തന്നെ. അങ്ങനെ ജാതീയമായി തന്നെ ഇപ്പോഴും രാഷ്ട്രീയം കളിക്കുന്ന CPM-ന് നാണമുണ്ടോ ഈ കുത്തിത്തിരിപ്പ് പറയാൻ? രണ്ടാമത്തെ ദേശാഭിമാനി മെലിഞ്ഞതാണ്. കാര്യമായി ഒന്നുമില്ല. സ്പോർട്സും ചില പ്രാദേശിക വാർത്തകളും ചരമവും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പരസ്യം മാത്രമാണ് ഒരു ലക്ഷ്യം. എന്തായാലും ഇന്നത്തെ ദേശാഭിമാനിയിൽ കുത്തിത്തിരിപ്പ് വാർത്തകൾ കുറവായിരുന്നു എന്ന് സങ്കടപൂർവ്വം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.